ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് നല്ല മഴക്കാറാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആകെ മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അപ്പോഴേ തോന്നി ഇന്ന് നല്ലൊരു ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. ഞങ്ങളിപ്പം വാങ്ങിച്ച പുട്ടുപൊടിക്ക് നല്ല തവിട് കൂടുതലുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി നോക്കണമെന്ന്. അപ്പൊ ഇന്നത്തെ മെനു പുട്ടും കടലക്കറിയുമാണ്. മഴയുള്ള ദിവസത്തിന് പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ പുട്ടും കടലക്കറിയും. പക്ഷെ ഇവിടെ മഴ പെയ്യുമോ എന്നൊന്നും എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. ഇപ്പം മഴയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ വെതർ എപ്പോഴാണ് മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പുട്ടുപൊടി ഞാൻ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കും. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് കട്ടകട്ട പോലെയൊക്കെ കാണും. അപ്പൊ അതൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് പുട്ടുപൊടി കിട്ടും. അപ്പൊ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഇവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ടിന്നിൽ വേവിച്ച കടല, പയറ് തുടങ്ങിയവ കിട്ടും. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കാൻ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതുപയോഗിച്ചാല് കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. നേരത്തെ തന്നെ വേവിച്ചതായതുകൊണ്ട് സമയം ലാഭിക്കാനും സാധിക്കും. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങായും പെരിഞ്ചീരകവും കൂടി അരച്ചെടുക്കും. എന്നിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ ഈ ഒരു കടലയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമ്മുടെ കറി ഇവിടെ റെഡിയാകും. കണ്ടോ, ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട്. ആ മഴക്കാറൊക്കെ പോയിട്ടുണ്ട്. മഴക്കാറൊക്കെ വന്നിട്ട് മഴ പെയ്യുമെന്നായിരുന്നു കരുതിയത്. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഇപ്പൊ നല്ല വെയിൽ വന്നിട്ടുണ്ട്. അപ്പം അജായ്ക്ക് ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുവാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. എപ്പോഴാണ് മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ കറിവേപ്പില കാണിച്ചു തരാവേ. ഇനി എനിക്കിത് വലിയൊരു ചട്ടിയിലോട്ട് മാറ്റണം. കാരണം ഈ ഒരു ചെടികളുടെ ഇടക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് പൊങ്ങാനായിട്ട് കുറച്ച് പാടായിരിക്കും. സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് സൈറ് വന്നിട്ട് നമുക്കിത് പറിക്കാം. ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോഴാണ് ഈ ഒരു വണ്ടി വരുന്നത് കണ്ടത്. സൈറുവിന്റെ സ്കൂൾ ബാഗ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പം വന്നിരിക്കുന്നത്. സൈറുക്കുട്ടൻ ഇപ്പൊ കിൻഡർ ഗാർഡനിൽ പോയേക്കുവാണ്. അവള് വന്നിട്ട് നമുക്ക് ഈ ഒരു പെട്ടി ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സൈറു ഇപ്പൊ കിൻഡർ ഗാർഡനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജർമ്മനിയില് 4th സ്റ്റാൻഡേർഡ് വരെ കുട്ടികൾക്ക് സ്കൂളിൽ യൂസ് ചെയ്യുന്ന ബാഗാണ് ഈ കാണുന്നത്. അവൾ ആ ഒരു ബാഗ് കണ്ടതിന്റെ സന്തോഷത്തിലാണ്. പെട്ടിയുടെ അകത്ത് കയറി ഓപ്പൺ ചെയ്ത് നോക്കണോ ബാഗ്, അതോ പുറത്തോട്ടെടുത്ത് ഓപ്പൺ ചെയ്യണോ എന്ന് ഡൗട്ട് അടിച്ച് നിൽക്കുവാണ്. ഇപ്പൊ മോൾ ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഞാനപ്പോ പിന്നെ സമാധാനമായിട്ട് ഈ ബാഗ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു ബാഗ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഷോപ്പിൽ പോയിട്ട് കുട്ടിക്ക് ഏത് ബാഗാണ് പറ്റിയതെന്ന് നോക്കണം.
കുട്ടിയുടെ ഹൈറ്റിന് പറ്റിയതാണോ, ഇടുമ്പം കംഫർട്ടാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ബാഗ് എടുക്കാൻ. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഒരു ബാഗ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്തത്. കടയിലെ സ്റ്റാഫ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഒരു ബാഗിൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നോക്കും, കുട്ടിക്ക് അത് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി എടുത്തിട്ടുണ്ട്. അവര് എന്തൊക്കെയാണ് നോക്കുന്നതെന്നും എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ബാഗ് ഇട്ട് നോക്കിയിട്ട് കുട്ടിയുടെ തോളിന്റെ ഹൈറ്റ്, ബാഗിന്റെ ഫിറ്റിങ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അവർ നോക്കും. അതിനുശേഷമാണ് കുട്ടിക്ക് ഏത് ബാഗാണ് പറ്റിയതെന്ന് അവര് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നാട്ടിലൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ബാഗ് വാങ്ങിക്കുന്നത് പോലെ ഈ ഒരു ബാഗ് നമ്മൾ പോയി വാങ്ങിക്കരുത്. ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവരോട് ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് വേണേ വാങ്ങിക്കാൻ. അവള് കിൻഡർ ഗാർഡനിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാണ് ഈ ഒരു കേക്ക്. ഇപ്പൊ ഞാനും സൈറും കൂടി കുറച്ചു നേരം കളിക്കുവാണ്. ഇനി നമുക്കൊരു ചായ കുടിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ബാഗ് എങ്ങനെയാണെന്ന്. ജർമ്മനിയിൽ സാധാരണയായി 1 മുതൽ 4 ക്ലാസ് വരെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബാഗിനെയാണ് ഷൂൾ റാൻസൺ എന്നാണ് പറയുന്നത്. ഈ ബാഗുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികളുടെ ബാക്കിനും തോളിനും കംഫർട്ടായി ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബാഗ് തുറക്കുമ്പോൾ തന്നെ അകത്ത് പല കമ്പാർട്ട്മെന്റുകൾ കാണാം. ഇതൊരു പൗച്ചാണ്. ഈ കാണുന്നത് രണ്ടാമത്തെ പൗച്ചാണ്. ഈ കാണുന്നത് സ്പോട്ടുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ്. ഈ 2 സൈഡിലുമായി വാട്ടർ ബോട്ടിലും കുടയും വെക്കാനുള്ള സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ കാണുന്നത് ടിഫിൻ ബോക്സ് വെക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് സ്റ്റിക്കർ ആണ്. അത് ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഇപ്പൊ ഇവർക്ക് വേറെ തീം വേണമെങ്കിൽ അത് മാറി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാപ്പുകളും ഇതിലുണ്ടാകും. അതുകൊണ്ട് ബാഗ് കുട്ടിയുടെ ശരിയായ പൊസിഷനിൽ തന്നെ ഇരിക്കും. പിന്നെ ഈ ഒരു ബാഗിന്റെ ഷേപ്പ് ശ്രദ്ധിച്ചാൽ ഒരു പെട്ടി പോലെയാണ്. അതുകൊണ്ട് തന്നെ അകത്ത് വെക്കുന്ന ബുക്കുകൾക്കും സാധനങ്ങൾക്കും നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. ബാഗ് എപ്പോഴും അതിന്റെ ഷേപ്പ് നിലനിർത്തുകയും ചെയ്യും. ഇനി ഈ കാണുന്നത് ഷുൾട്ടൂട്ടയാണ്. ജർമ്മനിയില് കുട്ടികള് ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം ഇതിന്റെ ഉള്ളില് ചോക്ലേറ്റും ചെറിയ ഗിഫ്റ്റുകളും സ്കൂൾ സാധനങ്ങളും ഒക്കെ നിറച്ചാണ് പോകുന്നത്. അതിനുശേഷം കുട്ടികള് ഇത് കയ്യിൽ പിടിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത്. അവിടെ ചെറിയ സ്വീകരണ പരിപാടികളും ഫോട്ടോ എടുക്കലും ഒക്കെ കാണും. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് ഫാമിലിയിലെ എല്ലാവരും കൂടിയിരുന്ന് ഇത് തുറന്നു നോക്കുന്നത്. ഇത് ജർമ്മനിയിലെ വളരെ മനോഹരമായ ഒരു ട്രഡീഷനാണ്. പിന്നെ ഈ ഒരു സ്പോർട്ട് ബാഗ് സ്പോർട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബാഗിന്റെ മുകളിൽ ക്ലിപ്പ് ചെയ്ത് ഇട്ടോണ്ട് പോകാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബാഗിന്റെ പ്രത്യേകത. സൈറു എന്താണ് ചെയ്യുന്നത്? ബേബിക്ക് വെള്ളം കൊടുക്കുന്നു. കുടിച്ചാ ബേബി? ഇവിടെ വെള്ളം ഫുള്ള് കുടിച്ചല്ലോ ബേബി. ബേബി അത് ഫുള്ള് കുടിച്ച്. നമുക്ക് സ്ട്രോബെറി ഒക്കെ പറിക്കണ്ടേ സൈറു? ബേബി ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലുള്ള സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ഒക്കെ പറിച്ചെടുക്കാം. ഇപ്പൊ ഞങ്ങള് പഴുത്തത് മാത്രമാണ് പറിച്ചെടുക്കുന്നത്. ഈ വർഷമാണ് ബ്ലാക്ക്ബെറി ഇത്രയും നന്നായി ഉണ്ടായിരിക്കുന്നത്. സ്ട്രോബെറി കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, പക്ഷെ ബ്ലാക്ക്ബെറി ഇത്രയൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അജായിക്ക കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ചെടിയുടെ കൊമ്പുകളൊക്കെ വെട്ടി പ്രൂൺ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ വർഷം നല്ല രീതിയിൽ കായ്ച്ചു കിട്ടിയത്. നമ്മൾ തന്നെ നട്ടു വളർത്തിയ ചെടികളിൽ നിന്ന് ഈ ഫ്രൂട്ട്സ് ഒക്കെ പറിച്ചു കഴിക്കുമ്പം അതിനൊരു പ്രത്യേക രുചിയാണ്.
അതുപോലെ തന്നെ നമ്മൾ തന്നെ വളർത്തിയതാണെന്ന സന്തോഷവും ഉണ്ടാകും. അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് ഇത്രയുമാണ്. ബാക്കി കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉണ്ട്, അതൊന്നും പഴുത്തിട്ടില്ല നന്നായിട്ട്. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന ചക്കവരട്ടിയാണ്. അപ്പൊ നമുക്ക് ഇതുകൊണ്ടൊരു അട ഉണ്ടാക്കി നോക്കാം. ഈ ഒരു ചക്കവരട്ടി ഞാൻ ഫസ്റ്റ് ടൈം ആണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പൊ ഞാൻ ആദ്യം കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചക്കവരട്ടിയിൽ അവര് അതിൻ്റെ അകത്ത് കുറച്ച് ശർക്കര ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് മധുരമൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഈ ഒരു അട പൊതിയാൻ വേണ്ട വാഴയില നമുക്ക് നമ്മുടെ വീട്ടിലെ വാഴയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡ് ഇവിടെ താഴത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കുവാണ്. അപ്പൊ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.